ഹലോ ഗായ്സ്, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അപ്പോഴത്തേക്കും മഴയ്ക്ക് ശേഷം ഇന്ന് ഞാനിങ്ങോട്ട് ലോട്ടസുകൾ നോക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കാര്യം കണ്ടോ, എൻ്റെ റെഡ് പിയോണിയാണ്. വെയിറ്റ് കാരണം അതുപോലെ ഇന്നലത്തെ മഴയും കാരണം എന്ത് ചെയ്തു, ഇതാ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയിരിക്കുന്നു ഗായ്സ്. ആ സംഭവം ആൾ പൂത്തിട്ട് ഏകദേശം ഒരു 5-6 ദിവസമായി. എന്നാലും ഇതാ കണ്ടില്ലേ, പൂക്കളെല്ലാം പൊഴിഞ്ഞ്, എന്നാലും ഒടിഞ്ഞ് വീണ് കിടക്കുമ്പോഴത്തേക്കൊരു സങ്കടം. കാരണം നല്ല ശക്തമായ മഴയായിരുന്നു. ആ മഴയുടെ സമയത്തിന് നല്ല രീതിയിൽ പൂക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചരിഞ്ഞ് വീഴുന്നുണ്ട്. ഇത് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏതാണ്, പിങ്ക് മിഡോയാണ്. ഇന്നലെ നല്ല കളറായിരുന്നു, നല്ല ഡീപ്പായിട്ടുള്ള പിങ്ക് കളറായിരുന്നു. ഇന്നായപ്പോഴത്തേക്കാണ് അതിൻ്റെ കളർ കണ്ടോ, നല്ല ലൈറ്റായിട്ട് മാറിയിട്ടുണ്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഡോറയുടെ ബഡാണ് കേട്ടോ, ഡോറയുടെ. അതായത് ഇപ്പോൾ പൂത്ത് കഴിഞ്ഞാണ്, ഇതും പൂത്ത് കഴിഞ്ഞാണ്. ഇതിൻ്റെ പ്രത്യേകത കാണുന്നുണ്ട്, ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ ഒപ്പവും ഓരോ ബഡ്സ് വരുന്നുണ്ട് കണ്ടോ. ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ നമുക്ക് ഓരോ ബഡ്സ് കിട്ടുന്നുണ്ട്. ഈ വരുന്ന സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ കണ്ടോ ബഡ്സ് വരുന്നുണ്ടോ, ഓരോ ബഡ്സും കണ്ടോ. ഇത് ആ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ വന്ന ബഡ്സാണ് ഇതെന്ന് പറയുന്നത്. ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ബഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് വൈറ്റ് പിയോണിയുടെ ആണ്. വൈറ്റ് പിയോണി അതേപോലെയാണ്. നമുക്ക് ഓരോ കണ്ടോ സ്റ്റാൻഡിങ് ലീഫ് ഓരോന്നിൻ്റെ കൂടെ ഓരോ ബഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ഓരോന്നിൻ്റെ കൂടെ. ഇതിപ്പം എനിക്ക് തോന്നുന്നു എനിക്കൊരു 10-30ഓളം പൂക്കൾ ഇത് തന്നിട്ടുണ്ട്. കാരണം നിർത്താതെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് എനിക്ക് വൈറ്റ് പിയോണി എന്ന് പറയുന്നത്. കണ്ടോ, താഴ്ന്നൊക്കെ കണ്ടോ, ബഡ്സ് ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് പേര് എനിക്കിതിന് എൻക്വയറി ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും പൂത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നമുക്ക് വാങ്ങിച്ച് വെച്ചാൽ ഒട്ടും നഷ്ടമില്ലാത്തൊരു വെറൈറ്റിയാണ് ഈ വൈറ്റ് പിയോണി എന്ന് പറയുന്നത്. പിന്നെ കണ്ടോ, ഇതെനിക്ക് നട്ടിട്ടൊരു തവണ പൊടിക്കാണ്ട്, അതായത് പൂക്കാട് ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മുടെ മേരി പിയോണിയാണ്. റീപോർട്ട് ചെയ്തപ്പോഴത്തേക്ക് കണ്ടോ, ഇതിൽ ബഡ്സ് വരുന്നുണ്ട്, താഴ്ന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ബഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇതും ഒരുപാട് പൂക്കൾ തന്നാണ് എനിക്ക്. നമ്മുടെ ലവ്ലി ജുവലിൻ്റെ ഒരുപാട് പൂക്കൾ തന്നാണ്. കണ്ടോ, ഇതൊക്കെ പൂത്ത് പോയതാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ കണ്ടോ, ഒരുപാട് പൂക്കൾ തന്നെയാണ്. അതിനിപ്പോഴും ബഡ്സ് വരുന്നുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ ഇപ്പോൾ ഓരോ ബഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ബാത്ത് ടബാണ് കേട്ടോ, നമ്മൾ കുളിക്കുന്ന പഴയ ബാത്ത് ടബാണ്. ആ ബാത്ത് ടബിൽ എന്ത് ചെയ്തതാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തതാണ്. ഇതിൽ കണ്ടോ